നമസ്കാരം പ്രിയപ്പെട്ടവരെ, വളരെ രസകരമായിട്ടുള്ള ഒരു വാർത്ത. സ്വന്തം വിവാഹത്തിനെത്തിയപ്പോൾ വധുവില്ല, ഗോ സംരക്ഷകനായ ബിട്ടു ബജ്രംഗിയെ പറ്റിച്ചു. ഒരാണുമായിട്ട് പുള്ളിക്കാരി പമ്പാടന്നു. സംഭവം ഈ ഒരു വാർത്ത കണ്ടപ്പോഴത്തേക്ക് ഇപ്പം നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന മറ്റൊരു വിഷയമാണല്ലോ ദ കേരള സ്റ്റോറി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മുണഞ്ഞ സിനിമ ഇറങ്ങിയിട്ടുണ്ടല്ലോ. നിർബന്ധിച്ച് ആ പെൺകുട്ടിയുടെ അണ്ണാക്കിലേക്ക് ബീഫ് തിരുകുന്നതൊക്കെയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ കുറച്ച് നാളായിട്ട് ഹിന്ദുക്കളെ ഉണർത്താൻ കിടക്കുന്ന ചില മരവാഴകളുണ്ടായിരുന്നല്ലോ. വർഗീയത പറഞ്ഞ് ശരീരത്തിൻ്റെ ബ്ലഡ് മുഴുവൻ ഊറിപ്പോയി വവ്വാല് ചപ്പിയ പരുവത്തിൽ ഒരു സാധനമുണ്ട് കേരളത്തിൽ. നല്ല ഒന്നാന്തരം വിഷം ചീറ്റുന്ന നമ്മുടെ വിഷപ്പാമ്പായിട്ടുള്ള വിഷം. ഈ ഒരു സാധനം കഴിഞ്ഞ ദിവസം ഹിന്ദു ഐക്യവേദിയിൽ ഒരു പ്രസംഗം നടത്തിയത് നിങ്ങളിൽ പല ആൾക്കാരും ഒരു പക്ഷേ അപ്പോൾ കേട്ട് കാണുമായിരിക്കും. പലർക്കും ഇത് കേൾക്കാൻ താല്പര്യമില്ലാത്തവരാണ്. പക്ഷേ നമുക്ക് ഇത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. കാരണം ഇവിടെ ഹിന്ദുവിനെ ഉണർത്താൻ നടക്കുന്ന ചില വേട്ടാവളിയന്മാർക്ക് അങ്ങ് വടക്കേ ഇന്ത്യയിൽ നല്ല രീതിയിൽ അടികൊണ്ടുകൊണ്ടിരിക്കുക. നമ്മുടെ മുഹമ്മദ് ദീപക്കിനെ പോലുള്ള ആളുകളൊക്കെ എടുത്തിട്ട് അങ്ങ് കടവറയ്ക്കൊണ്ടിരിക്കുക. കാരണം ജനങ്ങൾ മാറി ചിന്തിച്ചു തുടങ്ങി. എത്ര കാലമാണ് ഇങ്ങനെ വർഗീയത പറഞ്ഞ് ഈ രാജ്യത്തെ ജനങ്ങളെ ഇങ്ങനെ ചൂഷണം ചെയ്തും പറ്റിച്ചും ഈ സംഘിയോളികൾ ഇങ്ങനെ ജീവിച്ചു പോകുന്നത്? ഇതേ പാറ്റേൺ തന്നെയാണ് നമ്മുടെ കേരളത്തിലും തുടരുന്നത്. കേരള സ്റ്റോറി എന്ന് പറയുന്ന ഒരു സിനിമ എടുത്തു വെച്ചിട്ട് ഇത് കേരളത്തിൽ നടന്നതാണെന്ന് പറയുന്ന വിവരം കെട്ട വിവരദോഷിനെയാണ് പിടിച്ച് കേരളത്തിന്റെ BJPയുടെ തലപ്പത്ത് കൊണ്ടിരുത്തിയിരിക്കുന്നത്. പിന്നെ നമ്മൾ ഇതിൽ കൂടുതൽ വല്ല നമ്മൾ പറയാനുണ്ടോ? എന്താണെങ്കിലും വളരെ രസകരമായിട്ടുള്ള ഒരു വീഡിയോ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒന്ന് പ്ലേ ചെയ്യാം. നമ്മുടെ വിഷപ്പാമ്പ് വന്നിട്ട് ഈ ഹൈന്ദവ മത വിശ്വാസികളുടെ മുമ്പിൽ ചില കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്. ഇതെല്ലാം കേട്ടതിന് ശേഷം നമ്മുടെ അൻസാരി സുഹീരി ഉസ്താദ് കൊടുക്കുന്ന ഒരു മറുപടി ഉണ്ടല്ലോ, ആഹാ, അത് കിടുക്കാച്ചി മറുപടി തന്നെ. സാധാരണ ഇവിടുത്തെ മുസ്ലിം സ്ത്രീകൾ എത്ര പ്രസവിച്ചു, അവരുടെ കുട്ടികൾ വലുതായി, അവരെത്ര കുട്ടികളെ പ്രസവിച്ചു എന്നൊക്കെ നോക്കി നടക്കുന്ന പരിപാടിയാണ് ഇവിടുത്തെ സംഘപരി, അതായത് ഈ അണ്ടിമുക്ക് ശാഖയിൽ പോയി പഠിക്കുന്ന ചില വേട്ടാവളിയന്മാർക്ക് നിർദ്ദേശം കൊടുത്തിരിക്കുന്നത്. അത് പോരാഞ്ഞിട്ട് ഇപ്പൊ പുതിയൊരു വിഭാഗത്തെയും കൂടെ ഇക്കാര്യം ഒന്ന് ഏൽപ്പിച്ചിട്ടുണ്ട്, നമ്മുടെ സ്വന്തം കാസാക്കാരെ. അപ്പൊ ഇവരും കൂടി ഇരുന്നോണ്ട് നോക്കുന്നുണ്ട്. കറക്റ്റായിട്ടൊന്നും വീട്ടിലും പോകാൻ പറ്റുന്നില്ല, പ്രത്യുൽപാദന ശേഷിയൊന്നുമില്ല. സംഭവം മൊത്തത്തിൽ അടിച്ചു പോയിരിക്കുകയാണ്. ഇവന്മാർക്ക് കഴിവില്ല. അപ്പം കഴിവുള്ളവൻ 3ഉം 4ഉം ഒക്കെ പ്രസവിക്കുന്ന കാണുമ്പോഴത്തേക്ക് ഇവന്മാർക്ക് കുരുപൊട്ടും. പിന്നെ ഇവർ പറഞ്ഞുകൊണ്ട് കിടക്കുന്നത് എന്താണ്, ഒരു 2050 ആകുമ്പോഴത്തേക്ക് ഇന്ത്യ രാജ്യം അത് ഇസ്ലാമിക രാഷ്ട്രമായിട്ട് മാറും. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിച്ചോണം, നമ്മളൊരു ഇഞ്ച് പോലും പുറകോട്ട് പോകാൻ പാടില്ല. എടാ, നീ അണ്ടിമുക്ക് ശാഖയിൽ പോയി വടി കറക്കിക്കൊണ്ടിരുന്നാൽ നീ പുറകോട്ടല്ലാതെ നീ മുമ്പോട്ട് വരുക എന്നാണല്ലോ നമുക്ക് അവിടെ വിഷപ്പാമ്പ് പറയുന്നത്. കേട്ടതിന് ശേഷം നമ്മുടെ അൻസാരി ഉസ്താദ് കൊടുക്കുന്ന മറുപടിയില്ലേ, അതൊന്ന് കണ്ടുപോകാം. കാരണം അതൊന്നും ഹിന്ദുവിന്റെ ആയിരുന്നില്ല. മറിച്ച് നെല്ല്, തെങ്ങ്, പറങ്കിമാവ്, ഈ 3 എണ്ണം മാത്രമേ പെട്ടുള്ളൂ. ക്ഷേത്രങ്ങളുടെയും ഹൈന്ദവ സമൂഹത്തിന്റെയും സ്വത്ത് കവർന്നെടുക്കുക എന്ന ഏക ഉദ്ദേശത്തോടെയാണ് ഭൂപരിഷ്കരണം നടപ്പാക്കിയത്. സാധാരണക്കാരന് കിട്ടണമെങ്കിൽ തോട്ടം തൊഴിലാളികളുണ്ട്, അവരതിന്റെ ഉടമസ്ഥനാവുണ്ട്, തോട്ടം വീതിച്ചു കൊടുക്കണ്ടേ? ഏറ്റവും ചുരുങ്ങിയത് കൂട്ടുടമസ്ഥതയിലേക്ക് മാറ്റി കൊടുക്കെങ്കിലും വേണ്ടേ? അതല്ലേ കമ്മ്യൂണിസം. മുതലാളിയിൽ നിന്ന് കൂട്ടുടമസ്ഥനിലേക്ക് കൊടുക്കണ്ടേ? കൊടുത്തില്ലല്ലോ. അപ്പൊ ഉദ്ദേശം സോഷ്യലിസം ആയിരുന്നില്ല, നമ്മളെ നിർഗതി പിടിപ്പിക്കുക. ഇത് നമ്മൾ അറിഞ്ഞിട്ട് പോളിംഗ് ബൂത്തിൽ പോകുമ്പോൾ ആർക്കെങ്കിലും ഈ വിഷമം ഉണ്ടായിട്ടുണ്ടോ? അമ്പലം പൊളിക്കണം എന്ന് പറഞ്ഞവരാണ് ഇവര്, ഗണപതി മിത്താണെന്ന് പറഞ്ഞവരാണ് ഇവര്, ദേവി ദേവന്മാരെ നഗ്നരാക്കി വരച്ചവർക്ക് സമ്മാനം കൊടുക്കുന്നവരാണ്. മീശ എന്ന നോവൽ എഴുതി ഹൈന്ദവ ഭക്തരായ സ്ത്രീകൾ മുഴുവൻ ദേശികളാണെന്ന് പറഞ്ഞപ്പോൾ ഇടതും വലതും നിന്നവർക്ക് സമ്മാനം കൊടുക്കായിരുന്നു. ഇടതുമാര് മാത്രമല്ല, രമേശ് ചെന്നിത്തല എന്ന ഭക്തനായി, കപട ഭക്തനായി അഭിനയിക്കുന്ന അന്നത്തെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്, എന്റെ മകന്റെ കമ്പനി, പുസ്തക പ്രസാധന കമ്പനിയെ കൊണ്ട് ഞാൻ മീശ നോവൽ അടിപ്പിക്കുന്നേ പറഞ്ഞത്. ഹിന്ദു ഭക്തകൾ മുഴുവൻ വേശ്യകളാണ് എന്ന് പറഞ്ഞ നോവല് എന്റെ മകന്റെ പ്രസാധന കമ്പനിയിൽ ഞാൻ അടിച്ച് വിതരണം ചെയ്യും എന്ന് പറഞ്ഞ പ്രതിപക്ഷം, അവർക്കെല്ലാം അവാർഡും കൊടുത്ത ഭരണപക്ഷം. ഇത് എപ്പോഴെങ്കിലും പോലും കുത്തി പോകുമ്പോൾ നമ്മൾ ഓർത്തിരുന്നെങ്കിൽ നമുക്ക് ഈ ഗതികേട് വരില്ല. നമ്മുടെ സ്വർണം പോവില്ല, നമ്മുടെ വിശ്വാസം പോവില്ല, ഒന്നും പോവില്ല. അവിടെയാണ് ഏകതാ സമ്മേളനങ്ങളുടെ പ്രസക്തി. ജാതിക്കും രാഷ്ട്രീയത്തിനും അപ്പുറമായ ഒരു കൂട്ടായ്മയായിട്ട് ഇത് വളർന്നു വരണം. സത്യത്തിൽ തലച്ചോറുള്ള ഏതെങ്കിലും ഒരുത്തൻ ആ സൈഡിൽ എവിടെയെങ്കിലും ഇരിപ്പുണ്ട്. ഇവന്റെ ഒക്കെ തലയിൽ ചാണകമാണല്ലോ. അതുകൊണ്ടാണല്ലോ ഈ പൊട്ടത്തരവും ഇവരൊക്കെ വിളിച്ചു പറയുമ്പോഴത്തേക്ക് ഇതൊക്കെ ഇങ്ങനെ കേട്ട് മിഴിച്ചിരിക്കുന്ന. അല്ലെ, ഇനി നമ്മുടെ ഉസ്താദിന്റെ മറുപടി, ആഹാ, അതൊന്ന് കേൾക്കണം കേട്ടോ. കരയാനും പറയാനും ആരവിടെ കരയുന്ന കെട്ടിക്കാൻ തീരുമാനിച്ച് വെഡിങ് കാർഡൊക്കെ അടിച്ച് ഇങ്ങനെ നടക്കുമ്പോ തന്റെ കൂടെ പഠിച്ചൊരു കുട്ടിയെ കണ്ടു. അപ്പൊ വേഗം എന്നെ കണ്ടില്ല, എന്റെ കല്യാണം എത്രാം തീയതി നീ വരണട്ടോ എന്നിട്ട് കാർഡ് അങ്ങോട്ട് കൊടുത്തിട്ടേ. കാർഡ് കൊടുത്തപ്പോ അവളുടെ വാനിറ്റി ബാഗിൽ ഒരു കാർഡ് എടുത്തിട്ട് ഇവന് ഇങ്ങോട്ട് കൊടുത്തു. എന്റെ മകളുടെ കല്യാണമാണ് ഇന്ന ദിവസം ഈ വരണട്ടോ എന്ന് പറഞ്ഞു. ഒരു തലമുറയാണ് നഷ്ടപ്പെടുന്നത്. ഇവിടെ നമ്മുടെ കുട്ടികളെ കല്യാണം കഴിക്കാൻ ആലോചിക്കുമ്പോഴേക്കും അവിടെ മക്കളുടെ കല്യാണമായി. അപ്പൊ നമുക്ക് മിസ് ചെയ്യുന്നത് കുട്ടികളുടെ എണ്ണമല്ല, തലമുറകളാണ്. പെണ്ണ് കിട്ടാണ്ടല്ലേ, പെണ്ണ് കെട്ടാണ്ടല്ല, പെണ്ണ് കിട്ടാണ്ടയാണ്. അതെന്ത് ചെയ്തത്? പെണ്ണുങ്ങളൊക്കെ അവിടെ പോയി.
സുനാമി വന്നപ്പോ പോയോ? ജാതിക്കതീതമായ വിവാഹങ്ങൾ നടന്നിരിക്കണം. പൊന്നാര ശശികല ടീച്ചറെ 23-ാമത്തെ വയസ്സിൽ ഞാൻ പെണ്ണ് കെട്ടി. 33-ാമത്തെ വയസ്സായപ്പോഴേക്കും ഫോട്ടോ സ്റ്റാൻഡ് മെഷീനിലിട്ട് കോപ്പി എടുക്കുന്ന പോലെ ചാറാ പറ 3 പിള്ളേർ. 4ാമത്തെ ഒന്നിന് വേണ്ടി സർവായുധ സജ്ജനായി ഞാൻ ഇവിടെ സന്നദ്ധമായി കഴിഞ്ഞു. നില ഉറപ്പിച്ചു കഴിഞ്ഞു. എൻ്റെ ഒപ്പം പഠിച്ചൊരുത്തനാണ് വിമല എന്ന് പറയും. എൻ്റെ നാട്ടുകാരൻ. അവരിപ്പോൾ നിങ്ങളുടെ പാർട്ടിയൊക്കെ പ്രവർത്തനം, പക്ഷേ എന്നോട് വലിയ സ്നേഹമുള്ളവരാണ്. ഈ 33 വയസ്സായിട്ടും ഇതുവരെ പെണ്ണ് കിട്ടിയിട്ടില്ല. ആ പെണ്ണ് കിട്ടാത്തതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ ഒന്ന് പറയുന്നത് എന്തോ ഒരു പൊരുത്തം പറഞ്ഞിട്ട് 10 പൊരുത്തം അങ്ങനെ ആയിട്ടില്ലെന്നോ. പിന്നെ അവനാണെങ്കിൽ പിന്നോക്ക ജാതിക്കാരനാണ്. പാവം കാണുമ്പോഴൊക്കെ ഈ വിഷമം പറയുന്നത്. കല്യാണം ശരിയാൻ വേണ്ടി പ്രാർത്ഥിക്കുക, കല്യാണം ശരിയാവില്ല. ഈ സാധു എന്നോട് അവൻ നിങ്ങളുടെ പാർട്ടി പ്രവർത്തനമാണെങ്കിലും അവൻ്റെ മനസ്സിൽ വർഗീയതൊന്നുമില്ലാത്ത പാവപ്പെട്ട നിഷ്കളങ്കര. അങ്ങനെ എത്രായിരം മനുഷ്യന്മാർ ഈ നാട്ടിലുണ്ടെന്ന് പറഞ്ഞു. എന്താണ് ഇവിടെയൊക്കെ പ്രശ്നം അറിയോ? പ്രധാനമായിട്ടും ഇവർക്ക് ഈ കല്യാണം കഴിച്ചെന്ന് വിചാരിക്കുക. കല്യാണം കഴിച്ചാൽ പോലും പ്രത്യുൽപാദനം നടത്തണമെങ്കിൽ നമ്മൾ വീട്ടിലോട്ട് ചെല്ലണ്ടേ? എങ്ങനെ വീട്ടിലോട്ട് ചെല്ലും? യുവമാരെ സംബന്ധിച്ചുള്ള ഈ ഫേസ്ബുക്കിൽ നിരന്തരമായ പോരാട്ടമല്ലേ? അതായത് മുസ്ലിമീങ്ങൾക്ക്, ക്രൈസ്തവർക്ക് മക്കളുണ്ടാകുന്നതും അവരെ പന്നി പിറന്നവരെ പിറന്നതും പോസ്റ്റ് ഇടാനും കമന്റ് ഇടാനും നടക്കുന്ന സമയത്ത് വീട്ടിൽ പോകാതെ ആർക്കെങ്കിലും പിള്ളേരുണ്ടാകുക അങ്ങനെ തോന്നുന്നുണ്ടോ? ഇത് ഫോട്ടോ കോപ്പി എടുക്കുന്ന പോലെയല്ല, വീട്ടിൽ ചെല്ലണമെന്നേ. ഇത് ഈ പറയപ്പെട്ടതുപോലെ തൻ്റെ പാർട്ടിക്ക് വേണ്ടി അവൻ മരിക്കാൻ വേണ്ടി സന്നദ്ധമായി അവനിങ്ങനെ നടക്കാൻ രാവുമ്പോൾ അപ്പോൾ അവന് വീട്ടിൽ പോകാൻ സമയം കിട്ടത്തില്ല. ഇവൻ നാട്ടുകാരെ മൊത്തം നോക്കിയിരിക്കും, ഇവർ പന്നി പിറന്ന പോലെ പിറന്നുണ്ടോ, എന്നിട്ട് അവരുടെ എണ്ണം എടുത്തിട്ട് സോഷ്യൽ മീഡിയ ഇടും, റിപ്പോർട്ട് കൊടുക്കേണ്ടതാണ്. അപ്പോൾ പിന്നെ ഇവൻ്റെ ഇതിന് വലിയ വർക്കൊന്നും ഉണ്ടാകത്തില്ല. അപ്പോൾ പിന്നെ യാതൊരു ഗുണവുമില്ല. മാത്രമല്ല ഈ പ്രത്യുൽപാദനം നടത്തണമെങ്കിൽ മനുഷ്യന് ഒരു പോസിറ്റീവായ ഒരു മനസ്സാന്നിധ്യം ഉണ്ടാവണ്ടേ. ഇപ്പം ഞങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഫ്രീ മൈൻഡാണ്. നമുക്കാരും നമ്മളൊന്ന് ചെയ്യുമെന്നോ ഇവിടെ എന്തോ സംഭവിക്കാമെന്നോ അങ്ങനത്തെ ഒരു പേടിയില്ല. വളരെ റാഹത്തായിട്ട് സന്തോഷമായിട്ട് ജീവിക്കുകയാണ്. ആരും നമ്മുടെ ശത്രുവല്ല, എല്ലാവരും നമ്മുടെ മിത്രമാണ്. ആരും നമ്മുടെ ഉപദ്രവകാരില്ല. ഫ്രീ മൈൻഡിൽ നടക്കുകയാണ്. ഇന്നത്തെ കുറിച്ച് ആശങ്കയില്ല, നാളത്തെ കുറിച്ച് ഒട്ടും ആശങ്കയില്ല. അപ്പോൾ പിന്നെ സ്വതന്ത്രമായിട്ട് വീട്ടിൽ പോകാം, നല്ല ഭക്ഷണം കഴിക്കാം, ഭാര്യയോടൊപ്പം ക്ഷയിക്കാം. മറ്റവൻ അങ്ങനല്ല. അവൻ ഈ രാജ്യം പിടിച്ചെടുക്കാൻ പോകുന്നു. ഇപ്പൊ വരും, ഇപ്പൊ വെടിപൊട്ടും, ഇപ്പൊ പൊട്ടിത്തെറിക്കും. ഇവനിങ്ങനെ നടക്കും രാവിലെ പോയി. ഇവന്റെ പണി തന്നെ ഈ കലങ്ങിയിരുന്നുകൊണ്ട് നാട്ടുകാർ മുസ്ലിങ്ങൾക്ക് ക്രിസ്ത്യാനികൾക്ക് പിള്ളേരുണ്ടാകുന്ന ഓർത്തിട്ട് സങ്കടം. ഇപ്പൊ അവസാനം എന്ത് പറ്റി? ഇത് വിട്ടു ബിദ്രംഗി എന്ന് പറയും. ഹൈന്ദവ സഹോദരങ്ങൾക്കൊക്കെ കുട്ടികൾ ധാരാളം ഉണ്ടാവണമെന്ന് പറഞ്ഞ് പ്രഖ്യാപനം നടത്തി. അതിന്റെ പിന്നാലെ വിട്ടു ബിദ്രംഗി. ഇതേ വാർത്തയില്ല ശശികല ടീച്ചർ. വിട്ടു ബിദ്രംഗിയാണെങ്കിൽ കല്യാണം കഴിക്കാൻ വേണ്ടി ഒരുപാട് പിള്ളേരുണ്ടാകാൻ വേണ്ടി കല്യാണം കഴിക്കാൻ വേണ്ടി റെഡി ആയിട്ട് പെണ്ണ് പറ്റിച്ചിട്ട് പോകും. ഇതേ വാർത്ത നോക്ക്. പെണ്ണ് അവൾ എങ്ങോട്ട് പോയെന്ന് പോലെ അറിയാൻ വയ്യ. വണ്ടാരം പിടിക്കും. ഇതാണ് അവസ്ഥ. ഇവനെ ഒന്നും ആ മനുഷ്യരായ ഒരാൾ ഉൾക്കൊള്ളത്തില്ലെന്നേ. കാരണം ഇവർക്ക് മനുഷ്യത്വം ഇല്ലല്ലോ. മനുഷ്യരായ ഒരാൾ, സ്വബോധമുള്ള ഒരാൾ എങ്ങനെ ഉൾക്കൊള്ളുക? ഇവനെ സംബന്ധിച്ചുള്ള ഈ വെറുപ്പ്, വിദ്വേഷം, വൈരാഗ്യം, വിദ്വേഷം ഇത് പറഞ്ഞു നടക്കല്ലേ. മനുഷ്യൻ കുറച്ച് അവൻ്റെ മുഖത്തേക്ക് നോക്കിയാലെങ്കിലും ഒരു പോസിറ്റീവായ അവൻ്റെ മുഖത്ത് ഒരു പ്രസന്നത അവൻ്റെ മുഖത്ത് നോക്കിയാൽ കാണണ്ടേ. ഇവന്റെ ഉള്ളിൽ മുഴുവൻ ഈ അപരമത വിദ്വേഷം പകയിട്ട് നടക്കുകയാണ്. ഇനി രണ്ടാമത് ഇവനൊക്കെ നന്നാകണമെങ്കിൽ എന്തെങ്കിലും ജീവിതത്തിൽ ഒരിക്കലും നിങ്ങളൊക്കെ വായുന്നൊരു നല്ല വർത്താനം വരണ്ടേ. RV ബാബു ആണെങ്കിലും ശശികല ടീച്ചർ ആണെങ്കിലും സന്ധ്യ വജസ്പതി ആണെങ്കിലും അവനവൻ്റെ മതത്തിൻ്റെ മഹിതമായ ആദർശം പറഞ്ഞു കൊടുത്ത ആ മനുഷ്യൻ ഇത് പോസിറ്റീവായി നമ്മളിവിടെ ഇങ്ങനെ ജീവിക്കുമ്പം നമ്മളെല്ലാവരുമായിട്ട് ഇണങ്ങി ചേർന്ന് സന്തോഷത്തോടു കൂടി ആകെ ഒരു ഹ്രസ്വമായ കാലയളവിലുള്ള ജീവിതമേ ഉള്ളൂ. ആ ജീവിതം എല്ലാവരോടൊപ്പം സമാധാനത്തോട് ജീവിച്ച് പോകണമെന്ന് നിൽക്കുമ്പോൾ എത്ര സമാധാനം, എത്ര സന്തോഷം. അങ്ങനല്ലേ? അതിന് പകരം മറ്റവനെ സൂക്ഷിക്കണം, മറ്റവനെ ശ്രദ്ധിക്കണം. അവൻ പണി തരും, അവൻ പ്രസവിക്കണം. അവന് 3 പിള്ളേരായി, അവന് 4 പിള്ളേരായി, അവൻ 5 പിള്ളേരായി. പന്നി പിറന്നവരെ പെറുവാണ്, രാജ്യം പിടിക്കാൻ പോവാണ്. ഇങ്ങനെ തുണി പൊക്കി പിടിച്ചൊന്നും നടക്കത്ത് മാത്രമേ ഉള്ളൂ. ഇതിന് ഉപയോഗമൊന്നും ഉണ്ടാകത്തില്ല. അപ്പൊ അതുകൊണ്ട് പൊന്നാര ടീച്ചർ ഈ വേവലാതി കരച്ചിലൊക്കെ നിർത്തിയിട്ട് പണിയെടുക്കാൻ പറയാൻ പറഞ്ഞു. പ്രതിഫലം വേണമെങ്കിൽ പണിയെടുത്തേ പറ്റൂ അല്ലേ? എൻ്റെ പൊന്നോസ്താദെ, ഇങ്ങനെയൊക്കെ മറുപടി കൊടുത്തോണ്ടല്ലോ ലവറ്റകൾ പോയി വല്ല കുളത്തിലും ചാടി ആത്മഹത്യ ചെയ്ത് കളയിക്കട്ടെ. എന്താണെങ്കിലും നല്ല കിടുക്കാച്ച് മറുപടിയാണ്. സത്യത്തിൽ അന്യവന്റെ വീട്ടിൽ എന്താണ് നടക്കുന്നതെന്ന് നോക്കി നടക്കുകയാണ് ഈ വേട്ടാവളിമാരല്ല. സ്വന്തം വീട്ടിലെ കാര്യങ്ങളെ കുറിച്ചിട്ട് ഒരു ചിന്താഗതിയില്ല. ഏറ്റവും വെള്ളിയാഴ്ച ഇല്ലാത്ത ഈ സംഖ്യ ഓളികൾ സത്യം പറഞ്ഞാൽ നമ്മുടെ നാടിന് ശാപം തന്നെയാണ്. എന്താണേലും നമ്മുടെ ചേച്ചി വർഗീയത പറഞ്ഞ് ഒരു പരുവായല്ലേ. കാരണം ഇനി എഴുന്നേറ്റ് നിന്ന് നല്ല രീതിയിൽ ഒരു കീഴ്വായി പോയി കഴിഞ്ഞാൽ 16 ഒടിഞ്ഞു മടങ്ങി താഴെ പോകും. എവിടെയെങ്കിലുമൊക്കെ പിടിച്ച് നിന്നാലേ ഇനി വർഗീയത പറയാനായിട്ട് പറ്റത്തുള്ളൂ. ആ മുഖം നോക്കിയാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, എന്തെങ്കിലും ഒരു ഓജസ്സോ തേജസ്സോ ആ മുഖത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. കാരണം ഇവിടുത്തെ മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് ഇങ്ങനെ വർഗീയത പറഞ്ഞു കൊടുത്ത് സത്യത്തിൽ ദൈവം പോലും ഇവരെയൊക്കെ ശപിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് എനിക്ക് ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് തോന്നുന്നുള്ളൂ. എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ, നമ്മുടെ ഉസ്താദ് കൊടുത്ത മറുപടി മാസ് ആണല്ലേ. ചിരിച്ചല്ലോ അല്ലേ കുറെ. എന്തായാലും നിങ്ങളുടെ കമന്റുകളൊക്കെ അറിയിക്കുക. അടുത്തൊരു രസകരമായിട്ടുള്ള വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരും. അതുവരെ എല്ലാവർക്കും